നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കളം കാവലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനുമായിട്ടാണ്. നവാഗതനായ ജിതിൻ കെ ജോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കളം കാവൽ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി, വിനായകൻ, പിന്നെ ജിബിൻ ഗോപിനാഥ്, പിന്നെ അതുകൂടാതെ ഒരു 10-21 നായികമാർ എന്നല്ല ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്. നായിക അങ്ങനല്ല എന്നല്ല, എന്നാലും ഇത് പറയുമ്പോൾ അങ്ങനെയാണ്. മമ്മൂട്ടിയും 21 നായികമാരും എന്നാണ് ഇതിൻ്റെ പ്രൊമോഷനിൽ വരുന്നത്, മനസ്സിലായി? അപ്പോൾ ജസ്റ്റ് 21 ഉണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ കളങ്കാവൽ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി പടം, ഞാൻ FTFS കണ്ടാണ്. അപ്പോൾ എനിക്ക് പടം കണ്ടപ്പോൾ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, അതായത് മമ്മൂട്ടി എന്ന നടൻ്റെ പെർഫോമൻസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലെ എൻ്റെ ഏറ്റവും മെയിൻ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി സിനിമ ഒരു ഓക്കേഷ് ഫീലായിരുന്നു തന്നത്. ബാക്കിയുള്ളവരുടെ പെർഫോമൻസും എനിക്ക് അത്ര ഭയങ്കര, എസ്പെഷ്യലി വിനായകൻ്റെ പെർഫോമൻസ് എനിക്ക് കുറച്ച് എന്തോ എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ എന്നൊരു തോന്നലായിരുന്നു. പടം ഒരു വാച്ചബിൾ ഫിലിമാണ്. ഇതിൻ്റെ കഥ ആക്ച്വലി ഒരു സൈനൈഡ് മോഹൻ്റെ സ്റ്റോറിയാണെന്ന് ആദ്യം ചോദിക്കുമ്പോഴേ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞേക്കുന്നത് അതേപോലെ കൊല്ലുന്ന മൾട്ടിപ്പിൾ ആളുകളുടെ കഥകൾ റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെല്ലാം കൂടെ ഒരാളാക്കി ഫേമസ് ആള്. അപ്പോൾ പക്ഷേ ഈ പടത്തിൻ്റെ ഫുള്ള് നമുക്ക് പടം കാണുമ്പോൾ ആ സൈനൈഡ് മോഹൻ്റെ കഥ തന്നെയാണ് ബേസ്. അതിനകത്ത് ഇവർ കുറച്ച് വാട്ട് ഇഫ് എന്നുള്ള എലമെൻ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ്റർവെൽ സീക്വൻസിൽ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചധികം കഥ ഇങ്ങനെ ഒരു ലാഗൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു പോയിന്റ് സെക്കൻഡ് ഹാഫിലായിരുന്നു. സോ ഉറപ്പായിട്ട് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയും. എനിക്ക് നമ്മുടെ എക്കോയുടെ റിവ്യൂ അല്ലേ, അത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് മാറിപ്പോയി. അതായത് അതിൻ്റെ ഐഡിയ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐഡിയ ആണ്. ബട്ട് അത് സ്ക്രീനിൽ വന്നപ്പോൾ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്ത കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായി. എന്ന് പറയുന്ന പോലെ തന്നെ ഈ കളങ്കാവലിൻ്റെ ബേസ് ഐഡിയ ഇല്ല. പടം തീരുമ്പം ക്ലൈമാക്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് ഇവരിങ്ങനെ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇൻ്റർവെൽ പോയിന്റിൽ ഒരു ഹൈ ഉണ്ടായി. ഈ ക്ലൈമാക്സിൽ ഇതാണ് ഇവരുടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥയുടെ ഐഡിയ എന്ന് വന്നപ്പം എനിക്കത് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ഇവരുടെ നറേറ്റീവ് കുറേ കൂടെ ഗ്രിപ്പിംഗ് ആയിരുന്നെങ്കിൽ ഇതൊരു വേറെ ലെവൽ പടം ആവേണ്ടതായിരുന്നു തോന്നി. ബട്ട് ഇപ്പം എനിക്ക് ചിലപ്പോൾ നിന്നേക്കാൾ കുറച്ചുകൂടെ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ്ലി കണ്ടിരുന്നു. ബട്ട് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇത് നമുക്കിങ്ങനെ എഡ്ജ് ഓഫ് ദി സീ ത്രില്ലറോ അങ്ങനൊരു അടുത്ത സീൻ കാണാൻ എക്സൈറ്റഡ് അല്ല ഞാൻ. അതിങ്ങനെ വന്ന് പോകുന്നു. ഈ പറയുന്ന പോലെ സെക്കൻഡ് ഹാഫ് തീരാറായപ്പോഴാണ് ഈ പറയുന്ന പോലെ നമുക്ക് ഇത് കുറച്ച് നേരം എക്സ്റ്റെൻഡ് ആയി പോയല്ലോ എന്ന് തോന്നുന്നു. കുറച്ചധികം നേരമായിട്ട് നമ്മൾ പറയുന്ന ആ നറേറ്റീവിൽ തന്നെ സ്റ്റക്കാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് കണ്ടുകൊണ്ടിരിക്കാനുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത മമ്മൂക്കയുടെ സീൻ വരുന്നു. അതിനകത്ത് പുള്ളി എന്ത് ചെയ്യുന്നു അതായിരുന്നു. അതായത് മമ്മൂക്കയുടെ സീനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ സീൻ, ഇൻഡിവിജ്വൽ ആ സീനിനകത്ത് പുള്ളി എന്താണ് ചെയ്യുന്നത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെയാണ് സിനിമയിലെ എല്ലാ സീനുകളിലും. അല്ലാതെ ഈ സിനിമ ഇങ്ങനെ കഥ നമുക്ക് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ആ കഥയിൽ നമ്മൾ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടോ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് നമുക്ക് തോന്നിയ പ്രശ്നം. അതെ, ഒരു സൂപ്പർ സ്റ്റാറെ കൊണ്ടുവരുന്നു. അതെ, നമുക്ക് ഇപ്പം മമ്മൂക്ക ഇപ്പം നമ്മൾ അങ്ങനെ യൂഷ്വലി ഇപ്പം കാണുന്ന ഇപ്പം അടുത്ത കുറേ പടത്തിലൊക്കെ പുള്ളിയില്ലേ അങ്ങനെ ആ ഒരു സ്റ്റാർഡം എന്നുള്ള എലമെന്റ് മാറ്റി വെച്ചിട്ടാണ് ഒരുപാട് റോളുകൾ എടുത്ത് ചെയ്തത്. പ്രമേയത്തിൽ ഉൾപ്പെടെ നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇനിഷ്യലി ഞാൻ ഈ പടത്തിൻ്റെ ഇനിഷ്യലും ഞാൻ വിചാരിച്ചപ്പോൾ മമ്മൂക്കയെ വില്ലനാണെന്ന് പലരും പറയുമ്പോഴും ഞാൻ ആലോചിച്ചു അത്രയാണേലും ആ വില്ലനെ എവിടെയൊരു സ്ഥലത്ത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ച രീതി അങ്ങനെയാണല്ലോ. അതായത് ബേസിക്കലി ഒരു സൂപ്പർ സ്റ്റാർ കമ്പാരിസൺ ഉണ്ട്. പക്ഷെ പറഞ്ഞാൽ അത് കുറച്ച് ഇതായി പോകും. എന്താണ്? അതായത് നമ്മളിപ്പം ദൃശ്യത്തിനകത്ത് ലാലേട്ടൻ ആക്ച്വലി ഒരു കൊലപാതകമാണ്. ബട്ട് ഒരു പരിധി വരെ ആ ക്യാരക്ടറിനെ അദ്ദേഹത്തിന്റെ നിയമത്തിന്റെ ഇത് വെച്ചിട്ടല്ല, എന്നാലും നമുക്ക് മാനുഷിക പരിഗണനയിൽ അതെ പുള്ളിയുടെ കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യും. അതെ, കില്ലറാണ്, എന്നാലും അങ്ങനെ ഒരു സീരിയൽ കില്ലർ ഒന്നും അല്ല. പുള്ളിക്കൊരു അവസരത്തിൽ ചെയ്യേണ്ടി വന്ന പുള്ളിയല്ല ചെയ്യുന്നത്. പുള്ളി ചെയ്തവർക്ക് വേണ്ടി അങ്ങനെയുള്ള സിനിമകൾക്ക്, ഈ സൂപ്പർ സ്റ്റാർസ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകൾക്ക് ഒരു ലെയർ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിക്കുന്ന ആക്ടറിന്റെ ഔട്ട്സൈഡ് സിനിമ പ്രസൻസ് ആണല്ലോ. അതെന്ന് പറയുന്ന പോലെ ഇത് മമ്മൂക്കയാണെന്ന് അറിയാവുന്നതുകൊണ്ട്
ഞാനത് ആദ്യം വിചാരിച്ചു ചിലപ്പോൾ ഇവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനെ ഒന്ന് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്താൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ അത് ചെയ്തിട്ടേ ഇല്ല. അത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടുവേർഡ്സ് ദി എൻഡ് ഞങ്ങളുടെ തിയേറ്ററിൽ മമ്മൂക്കി കിടി കൊള്ളുമ്പോഴാണ് കൈഡി വരുന്നത്. അപ്പൊ അതൊരു വെറൈറ്റി അനുഭവം അത് ഞാൻ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി നമുക്കൊരു ഇപ്പൊ ഈ നമ്മൾ സ്റ്റാർ നടൻ എന്ന് പറഞ്ഞ ഒരു ഇത് മാറിയിട്ട് ഇതൊരു നടൻ എന്നുള്ള ലൈനിൽ. അപ്പൊ ആ ക്യാരക്ടർ ഇടികൊള്ളേണ്ട ക്യാരക്ടറാണ്. മമ്മൂക്ക ചെയ്താലും ഇടികൊള്ളേണ്ട ക്യാരക്ടറാണെന്നുള്ള ഒരു ലൈൻ ഓഫ് അത് രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് പുള്ളി ഈ ക്യാരക്ടറിനെ വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് കാണാനുള്ള കൗതുകം കൊണ്ടാണ് നമ്മൾ മെജോറിറ്റി ഓഫ് ഓഡിയൻസിനും അതാണ് അവരുടെ ഹൈയെന്ന് തോന്നുന്നു. അതെ. അത് കുറച്ച് എവിടെയൊക്കെയോ കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ കുറച്ചധികം മമ്മൂക്കയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കയിലേക്ക് എത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിൽ, അതായത് ഇന്റർവെൽ ഒരു വളരെ നല്ല പീക്ക് മൊമെന്റ് ആണ്. ആ ഇന്റർവെല്ലിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു പടത്തിലേക്കല്ല പോണത്, കുറച്ച് ഡൗൺ ആയിട്ടാണ് സംഭവം. എനിക്ക് അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ട്. അത് അടുത്ത മറ്റേ സ്പോയിലർ ഫ്രീ പരിപാടിയിൽ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓവറോൾ പടം അങ്ങനെയാണ്. അത്ര ഗ്രിപ്പിംഗ് നറേറ്റീവ് അല്ലെങ്കിലും പെർഫോമൻസസിന് വേണ്ടി ഒരു തവണ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ പടം കണ്ടിട്ട് വന്ന് നിങ്ങൾ ബാക്കി വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് പടത്തിനൊക്കെ കൂടുതലേ പടത്തിന് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളിങ്ങനെ നമ്മൾ കണ്ടിട്ട് ഊഹിക്കുമായിരുന്നു. അതായത് ഇവർ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പം ഏത് സ്റ്റേജിലാണ് മമ്മൂക്കയിലേക്ക് എത്തിയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് മമ്മൂക്കയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എന്തുമാത്രം ഈ സിനിമയ്ക്ക് മാറ്റം ഉണ്ടായി. അതായത് ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ ഇവർ ആദ്യം പറയുന്നത് പൃഥ്വിരാജിനെയാണ് ഇവർ ഇനിഷ്യലി ഈ വിനായകന്റെ ക്യാരക്ടറിന് വേണ്ടി സമീപിച്ചത്. അപ്പോൾ പൃഥ്വിരാജിന് ആക്ച്വലി വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ട് മമ്മൂക്കയില്ല. അപ്പോൾ അത് മാറിയതിന് ശേഷമാണ് മമ്മൂക്ക ഇവർക്ക് ഐഡിയ ഉണ്ട്. മമ്മൂക്ക ചെയ്ത നന്നാവും എന്നുള്ളൊരു ഐഡിയ ഇവരുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ഇവർക്ക് പ്രസന്റ് ചെയ്യാനുള്ളൊരു ഇതില്ല. എന്താ അതെങ്ങനെ പുള്ളി എട്ടുപേരെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പൃഥ്വിരാജാണ് ഇവരെ മമ്മൂക്കയുടെ അടുത്തേക്ക് വിടുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയതിന് ശേഷം മമ്മൂക്കയ്ക്ക് ഇവർ ഇനിഷ്യലി പറയുന്നത് മമ്മൂക്കയ്ക്ക് ഈ വിനായകൻ്റെ പോലീസ് ക്യാരക്ടർ കൊടുക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് പുള്ളി പറഞ്ഞ് ഞാൻ ഈ ക്യാരക്ടർ എടുക്കാം. പക്ഷെ നമുക്കത് പടം കാണുവാൻ മനസ്സിലാവും. അപ്പോൾ ഇതിൽ വിനായകൻ്റെ ക്യാരക്ടറിനേക്കാളും വില്ലനാണെങ്കിൽ പോലും നമ്മൾ വില്ലൻ്റെ പെർസ്പെക്റ്റീവ് കണ്ടാൽ പടം തുടങ്ങുന്നത് തന്നെ. വില്ലനെ യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പടം, ഇപ്പോൾ സീരിയൽ കില്ലർ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സീരിയൽ കില്ലിംഗ് നടക്കുന്നു, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ വരുന്നു, പുള്ളി ആരാണ് വില്ലനെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ട്രാക്കിലാണ് പടം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഒരു വാണ്ടുണ്ട്, എന്താണ് ആരാണ് വില്ലൻ എന്ന് കണ്ടെത്താനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വെരി ഫസ്റ്റ് സീനിൽ തന്നെ നമ്മൾ മമ്മൂക്കയെ അവതരിപ്പിക്കുന്ന അദ്ദേഹം എന്താണെന്ന് കാണിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒരു കൊലപാതകം ചെയ്യുന്ന സീനിലാണ് പടം തുടങ്ങുന്നത്. അപ്പോഴേ നമുക്കറിയാം ഓക്കെ ഇദ്ദേഹമാണ് കില്ല. അത് പടം വരുന്നതിന് മുമ്പ് തന്നെ പല റൂമേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അതിലൊരു സസ്പെൻസ് എലമെന്റ് ഇല്ലല്ലോ. സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം മമ്മൂക്ക വില്ലനും വിനായകൻ നായകനും എന്നുള്ള ലൈനിലാണ് ഈ സിനിമയെ തന്നെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇനിഷ്യലി പടം തുടങ്ങുമ്പോൾ മമ്മൂക്കയെ കാണിക്കുന്ന വില്ലൻ എന്നുള്ള ലൈനിൽ തന്നെ കാണിക്കുന്നു. അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വരുന്നു. അപ്പോൾ ഈ കഥയിലെ വിനായകൻ്റെ ക്യാരക്ടറിന് ഈ മമ്മൂക്കയെ, അതായത് ഈ കൊലപാതകം ചെയ്യുന്ന കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ്. ചാപ്റ്റർ വെച്ച് പറഞ്ഞിട്ട് ആ ചാപ്റ്ററിന്റെ പേര് അങ്ങനെയാണല്ലോ, ഇന്നവിറ്റബിൾ എന്തോ. അതെ, അതായത് മലയാളം ഇംഗ്ലീഷും ഓരോ ചാപ്റ്ററിന്റെ ടൈറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആഴ്ച ഇറങ്ങി രണ്ട് വയസ്സിന്റെ ചാപ്റ്റർ വൈസ് ആണ് പറഞ്ഞത്. അതായത് ദുരന്തറും കളങ്കാവും രണ്ടും. അത് രണ്ടും ഞാൻ ബാക്ക് ടു ബാക്ക് കണ്ടതാണ്. രാവിലെ കളങ്കാവ്, ഉച്ചയ്ക്ക് ദുരന്തർ, അങ്ങനെ കണ്ടു. എനിക്ക് കളങ്കാവിൽ ടിക്കറ്റ് കിട്ടാൻ ഇന്ന് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ കഥയിലെ നായകൻ വില്ലനെ കണ്ടെത്താനുള്ള ആ ഒരു പരിശ്രമമാണ് നടക്കുന്നത്. നമ്മൾ ഓഡിയൻസ് ഇത് എല്ലാം അറിയാം, ഓഡിയൻസിന് ഇൻഫർമേഷൻസ് എല്ലാം അറിയാം. അത് ആക്ച്വലി നമുക്ക് ആ സിനിമയുടെ നരേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ കഥ ഫോളോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കുറയ്ക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഈ കഥ അറിയാമല്ലോ. ഇപ്പോൾ എനിക്ക് ബേസിക്കലി ഇപ്പോൾ സൈനൽ മോഹൻ്റെ കഥ ഞാൻ ആക്ച്വലി മറ്റേ വല്ലാത്തൊരു കഥയൊക്കെ കണ്ട് ആ കഥ അറിയാം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കഥയിൽ കുറച്ച് നേരം ഇൻവെസ്റ്റ് ആകും. നമുക്ക് കുറേ എലമെൻറ്റുകൾ അതിനകത്തുണ്ട്. ഇത് കൂടാതെ അവർ കുറച്ച് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെൽ പോയിന്റ് എനിക്ക് ഭയങ്കര ഹൈ തരാൻ കാരണം ഞാൻ വിചാരിച്ച ആ കഥ ഫോളോ ചെയ്തൊരു പോകാമെന്നാണ്. പക്ഷേ ഇൻ്റർവെല്ലിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാര്യം ഇത് ഓൾറെഡി ഒരു പുക കാണുമ്പോഴല്ലേ നമുക്ക് ആക്ച്വലി ആ എലമെന്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ഇവർ ആ ഫിക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക. ഈ ക്യാരക്ടർ വാട്ട് ഇഫ് സൈലന്റ് മോഹൻ ഇങ്ങനൊരു പരിപാടിയിൽ ഏർപ്പെട്ടാൽ ടീച്ചർ എന്തോ അല്ലേ? അതെ, ടീച്ചറാണ്. അപ്പോൾ എനിക്ക് ആ എലമെന്റിൽ ഞാൻ ഭയങ്കര ഹുക്കാവുകയും സെക്കൻഡ് ഹാഫിലേക്ക് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഈ കഥയിൽ നായകനെ വില്ലനെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വില്ലൻ നായകൻ ഇനിയാണ് ഫിക്ഷൻ കഥ പോകുന്നതും. അതുപോലെ ഈ നായകൻ വില്ലൻ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് രണ്ടുപേരും അറിയാം ആരാണെന്ന്. അപ്പോൾ അതിൽ ഇത് എങ്ങനെ ഇവർ കണ്ടെത്തുന്നുള്ളത് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പോയി പ്രസൻറ്റ് ചെയ്യുന്നു അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ല സിനിമ പിന്നീടുള്ള ആസ്വാദനം. കാര്യം പിന്നീടും അതിങ്ങനെ അതേ ഇനിഷ്യലി ഉണ്ടാകുന്ന അതേ താളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഒരേ താളത്തിലാണ്
ഒരു സമാന്തര രേഖയിൽ സിനിമ സഞ്ചരിക്കണം. അതായിരുന്നു എനിക്ക് സിനിമയോട്. എനിക്ക് തോന്നുന്നു ഈ പേസിങ് വളരെ ഡെലിബറേറ്റ് ആയിരുന്നു. ഇതേ പേസിങ്ങിൽ പോകണമെന്ന് അവർ ഡിസൈഡ് ചെയ്തത്. പക്ഷേ ഈ നമ്മുടെ നറേറ്റീവിന് വേണ്ടത്ര ഡീറ്റെയിൽ ഇല്ലാഞ്ഞെന്ന് എനിക്ക് തോന്നി. അതായത് ഇപ്പം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കി ഈ കാണിക്കുന്ന സ്ത്രീകളും തമ്മിലുള്ളൊരു ഏജ് ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും അല്ല, എന്നാലും ചിലർ തമ്മിൽ. അപ്പം അത് അവരുടെ കോൺവെർസേഷൻസിൽ അത്ര പ്രതിഫലിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡെലിബറേറ്റ് ആയിരിക്കും. അതായത് ഒരാൾക്ക് കൊല്ലാൻ പ്രത്യേകിച്ചൊരു കാരണം വേണ്ട. ദി വെനം ബിനീത്ത് എന്നാണല്ലോ, അതിനടി ഒരു വിഷമുണ്ട് പുള്ളിക്കുള്ളിൽ. ആ വിഷമാണ് ഈ കില്ലാനുള്ള ത്വര. അപ്പം അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളായിരിക്കും. പക്ഷെ എന്നാലും കുറേ കൂടെ ഡീറ്റെയിൽ. ഇപ്പം സൈലന്റ് മോഹൻ്റെ കഥ എടുത്താലും പുള്ളി ഇത് കഴിഞ്ഞിട്ട് സ്വർണ്ണം അടിച്ച് മാറ്റുക, അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു കുറ്റബോധം ഉണ്ടാവുക, ഈ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇങ്ങനെ. ഇതൊക്കെ ഒരു സിനിമ നമ്മൾ എഴുതുമ്പം പുള്ളിയുടെ സ്റ്റോറി അല്ലെങ്കിൽ പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ. അപ്പം ആ ക്യാരക്ടറിനൊരു എപ്പോഴും അതൊരു മനുഷ്യനെ നമ്മൾ ഈ പറഞ്ഞ ഹ്യൂമൻ ആവുമ്പോൾ നമുക്ക് എല്ലാത്തരം ഇമോഷൻസും ഉണ്ടാവും ഇയാളുടെ ഉള്ളിൽ. അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന ഇപ്പം നമ്മുടെ സിനിമയിൽ കാണുന്ന ഈ ക്യാരക്ടർ മാനസാന്തരം വന്നിരുന്ന് കരയണോ ആ ലൈനല്ല, എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് ആ ക്യാരക്ടറിന്. ഇപ്പം ഇപ്പൊ ഇത് മൗണ്ട് ചെയ്തേക്കുന്നത് ടോട്ടലി മമ്മൂക്കയുടെ പെർഫോമൻസിന്റെ മേലെയാണ്. ഈ സിനിമ തന്നെ മമ്മൂക്ക അല്ലാതൊരു നടനായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കിട്ടുന്നൊരു റെസ്പോൺസ് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന്. കാര്യം എന്താ വെച്ചാൽ കുറച്ചുകൂടെ ഒരു സ്ലീപ്പർ ഹിറ്റിലേക്കായിരിക്കും അത് പോകാൻ. അതെ അതെ അതെ. അപ്പം ഈ സ്ക്രിപ്റ്റ് കുറച്ചധികം മമ്മൂക്കയുടെ പെർഫോമൻസിനെയും എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നി. അതായത് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ആ സൈക്കോയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലും. പിന്നെ എനിക്ക് ഈ ക്ലൈമാക്സ് കണ്ടപ്പോൾ തോന്നിയത് ഇവരെ രണ്ടുപേരെ ഒരു സൈക്കോയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ക്രിപ്റ്റ് ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഒരു സൈക്കോയും മറ്റൊരു സൈക്കോയും. അതുകൊണ്ടാണ് മറ്റേ ആ എലിയുടെ സ്റ്റോറി പറയുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വന്ന് ലാൻഡ് ചെയ്ത് നമുക്ക് ഈ രാമൻ രാഘവന്റെ ലൈനിൽ, അതായത് അതിലും മറ്റേ അതിൽ രണ്ട് ക്യാരക്ടേഴ്സും രണ്ടുപേർക്കും ഷെയ്ഡ് ഉണ്ട്. ഇതിലും ലൗഡ് ആണ്, പക്ഷെ ഇതേ പേസിൽ തന്നെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ആ ലൗഡ്നെസ് ഇല്ലേ, ഇവ വിനായകന്റെ ക്യാരക്ടറിനെ നമ്മൾ അത്ര അങ്ങോട്ട് ഓഡിയൻസിന് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതാ ഈ ആ ക്യാരക്ടർ അത്രയും ആ ക്യാരക്ടറിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ചിലപ്പം വിനായകന്റെ ആക്ടിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഡയറക്റ്റഡ് ആക്ടിങ് ആണ്. അങ്ങനെ വേണമെന്ന് നിർബന്ധിച്ച് പുള്ളിയെ ഇങ്ങനെ ആ പുള്ളിയോട് ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളിയോട് കൊടുത്ത ബ്രീഫ് ഇങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ കണ്ട ഒരു വിനായകന്റെ ഛായ ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല ഈ വിനായകനിലെ ഈ സൈക്കോ പൊട്ടി പുറത്ത് വരണം. അതായത് അതുവരെ വളരെ വളരെ കൺട്രോൾഡ് ആയിരിക്കണം എന്നുള്ളതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ കുറച്ച് എന്തോ പുള്ളി അത്ര നേരം പുള്ളിക്കാരൻ ഇങ്ങനെ ബഹളം വെക്കുവോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് സംസാരിക്കുവോ അങ്ങനെ ഒന്നും പുള്ളി ചെയ്യുന്നില്ല പടത്തിൽ. അവസാനത്തെ മൊമെന്റിലാണ് പുള്ളിക്കാരന്റെ ആ ഫേസ് ഷിഫ്റ്റ് തന്നെ നമ്മൾ കാണുന്നത്. അത്ര നേരം പുള്ളി കുറച്ച് കാമാണ്. അതായത് പുള്ളി നമ്മൾ കാണുമ്പം ഒരു പേടി തോന്നിയാൽ പോലും പുള്ളി കുറച്ച് കാമായിട്ടാണ് അത് പോണത്. ഇതൊക്കെ നമ്മുടെ ഊഹങ്ങളാണ്. അതായത് ഇതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഓൺ സ്ക്രീൻ വന്നപ്പോൾ എവിടെ ഒരു മിസ്സിംഗ് ഫീൽ. ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ വിനായകന്റെ സൈക്കോ എന്നുള്ള എലമെന്റ് പറയുമ്പോൾ ആൾക്കാർ എടാ ഇവന്മാർ ഏത് പടം കണ്ടെന്ന് ചോദിക്കരുത്. അല്ല അങ്ങനെ അതായത് ക്ലൈമാക്സിൽ കൊണ്ട് ഇപ്പൊ സ്പോയിലർ ആണല്ലോ. ക്ലൈമാക്സിൽ ആക്ച്വലി തിരിച്ച് മമ്മൂക്കയെ കൊല്ലുന്നതും മമ്മൂക്ക ഫസ്റ്റ് കൊലപാതകം നടത്തുന്നതായിട്ട് പടത്തിൽ കാണിച്ചിട്ട് ഡിക്കി വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുന്ന ഒരു ഷോട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇയാൾ ഇത്ര ഡേഞ്ചറസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. സിമിലർ ഷോട്ട് വെച്ചിട്ടാണ് വിനായകന്റെ ഫൈനൽ ഷോട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് പറഞ്ഞു വെക്കുന്ന ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെ ആയിരിക്കും. ഇപ്പം കള്ളനും പോലീസും രണ്ടുപേർക്കും ഒരേ. അതുകൊണ്ട് വിനായകനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇയാളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇയാളെ കാണുന്നതിന് മുമ്പ് തന്നെ വിനായകൻ ആ എലിയുടെ സ്റ്റോറി പറയുന്നത് ആ എലിയെ പിടിക്കുന്ന നത്താണ് പുള്ളി. അത് രാത്രി എങ്ങനെയെങ്കിലും ആ എലിയെ ആരും അറിയാതെ പൊക്കും എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കും. എന്തോ നത്തിന്റെ അത് കുറച്ചധികം നേരം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ അത് ഓൺ സ്ക്രീനിൽ. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് ആ ഫസ്റ്റ് ഷോട്ടിലേക്ക് ഫസ്റ്റ് പടത്തിൽ ഫസ്റ്റ് സീക്വൻസിന്റെ എൻഡിങ്ങിലേക്കാണ് പടം വന്ന് അവസാനിക്കുന്നത്. അപ്പൊ അത് റിവേഴ്സ് ആവും. ക്യാരക്ടറിന് മറ്റേ ക്യാരക്ടേഴ്സിന്റെ മറ്റേ ഗ്രാഫ് ചേഞ്ച് ആവുന്ന പോലെ. പക്ഷേ എൻ്റെ ഒരു ഊഹം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് ഇപ്പം നമ്മൾ കണ്ട പോലെ ഈ ക്യാരക്ടറിന് ഒരു സൈക്കോ എലമെന്റ് ഉണ്ടെന്നല്ല അല്ലെ അങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതേ സമയത്ത് നമ്മുടെ ഈ യൂഷ്വൽ നമ്മുടെ റൈറ്റിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. അതായത് നമ്മൾ തുടങ്ങിയെടുത്ത് പടം നിർത്തുക, അതായത് വില്ലന്റെ ആ ഒരു ലൈൻ. അത് പറഞ്ഞതിന് ഒരു റീസൺ കൂടെ ഞാൻ പറയാം. അതായത് മറ്റേ ഈ നത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് പറയുന്നത്, അവരെയും മറ്റേ എന്താ ചെയ്ത ലൈസൻസ് ടു കില്ല് മറ്റേ ഹെൽക്കെ പോലെ ഇവരത്രയും ഡേഞ്ചറസ് ആയിട്ട് കൊല്ലാതിരിക്കാൻ വിനായകനും പറ്റത്തില്ല. അത് വിനായകൻ തന്നെ പറയുന്നത്. അങ്ങനെ കൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ
കൊല്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ ക്യാരക്ടേഴ്സും ചിലപ്പോൾ വിനായകൻ കൊന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ടുണ്ടാവും. അത് തന്നെ, അതാണ് അത് ഭയങ്കര സിമ്പിളായിട്ട് അത് പുള്ളി പറഞ്ഞത്. അതാണ് ഇപ്പം അവസാനം പുള്ളി ചെയ്തത്. അത് തന്നെ ഇപ്പം മമ്മൂട്ടിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി ഇവരെ പിടിച്ചാൽ മതിയല്ലോ. പക്ഷെ പുള്ളി അദ്ദേഹത്തെ കൊല്ലുകയാണ്. എന്തുകൊണ്ടത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നത്ത് അന്വേഷിച്ചിട്ട് കിട്ടാതെ പോയ ആൾക്കാരുണ്ട്. കിട്ടാതെ പോയ ആൾക്കാർ എവിടെ പോയത്? നത്ത് തട്ടിയതാണ് എന്നുള്ള സംഭവമാണ്. അങ്ങനെയാവാം. അപ്പം അത് എനിക്ക് തോന്നി ആ എലമെന്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ 2 പവർഫുൾ ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടിയത്. അതായത് നമുക്കിപ്പോൾ നമ്മൾ വിനായകന്റെ സൈഡ് നമ്മൾ കുറച്ച് ഭയങ്കര വീക്കായിരുന്നു. അതെ അതെ, പേഴ്സണലി എനിക്ക് വിനായകൻ അതിനകത്ത് സ്റ്റഫ് ഉണ്ടെന്ന് നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. വിനായകന്റെ ക്യാരക്ടറിനകത്ത് സ്റ്റഫ് ഉണ്ട്, ബട്ട് അത് എന്തോ ഒരു ഇച്ചിരി മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതിന്റെ നറേഷനിൽ കുറച്ചധികം വെള്ളം ചേർക്കപ്പെട്ടു പോയതുപോലെ വിനായകന്റെ റോള്. അതേപോലെ എനിക്ക് വിനായകന്റെ സീനിയറായിട്ട് അഭിനയിച്ച പുള്ളിയില്ലേ, പുള്ളി ആക്ച്വലി കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് ബേസിക്കലി പുള്ളി കുറച്ചുകൂടെ നോർമലായിട്ട് അഭിനയിച്ച പടമാണ്. പുള്ളി നോർമലായിട്ട് അഭിനയിച്ചാണ്. കാരണം പുള്ളിയുടെ ഇതിനു മുമ്പുള്ള എല്ലാ പടത്തിലും പുള്ളി ഭയങ്കര ലൗഡായിട്ട് ഈ കുറച്ച് ബഹളം എല്ലാ പടത്തിലും. അപ്പം ഈ പടത്തിൽ ഞാൻ നോക്കുമ്പോൾ പുള്ളി ഭയങ്കര സമാധാനപരമായി സംസാരിക്കുന്നത് സിനിമയിൽ. അല്ല, പുള്ളിയുടെ കരിയർ നോക്കുവാണെങ്കിൽ നല്ല റോളാണ്. ഞാൻ പറയുന്നത് അതല്ലാതെ എല്ലാ കാര്യങ്ങളും പുള്ളിയായിട്ടാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അത് എനിക്കതല്ല. അതായത് നമ്മൾ ഈ ഇൻഫർമേഷൻ നമുക്ക് ആക്ച്വലി ഈ സിനിമയിൽ നമ്മൾ ഈ പോലീസുകാർ കണ്ടെത്തുന്ന ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലേക്ക് ഇവർ പ്രസന്റ് ചെയ്യുന്നത് എക്സ്പോസിഷൻ ബ്രീഫിംഗ് ആണ്. നേരെ കമ്മീഷൻ അടുത്ത് വരുന്നു, കമ്മീഷനോട് ഈ സാധനം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മൾ അടുത്ത സീനിൽ ഇത് കാറിൽ പോകുമ്പോൾ സബോർഡിനേറ്റിനോട് സംസാരിക്കും. അതിൽ കുറേ അധികം ലൈക്ക് ഇങ്ങനെ ലിറ്ററൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ത്രൂ കോൺവെർസേഷൻ ആണ് നമുക്ക് ഈ എന്താണ് ഇത് അന്വേഷിച്ചതെന്നുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ചിലപ്പോൾ ഒരു പരിധി വരെ ഇതിന്റെ നറേഷന്റെ ഗ്രിപ്പിംഗ് മിസ്സാവുന്നത് ഈ ടൈപ്പ് സംഭവം. അതായത് കുറച്ചധികം റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചാണ്. അതായത് ഇങ്ങനെയാണല്ലോ പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ എടാ വണ്ടി എടുത്ത് ജീപ്പ് പോയി പിടി അങ്ങനത്തെ അല്ലല്ലോ. നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇതൊക്കെ നോക്കി ഇങ്ങനെ അന്വേഷിച്ച് വരുവാണല്ലോ. അപ്പം ആ പേസിങ്ങിലും പോകുന്നുണ്ട്. എന്നാൽ തിരിച്ച് മമ്മൂക്കയുടെ സൈഡിൽ വരുമ്പോൾ ഒരു അല്പം കൂടി സിനിമാറ്റിക് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അല്പം എന്താ പറയുക ടോണോ അത് അങ്ങോട്ട് ടോണലി ഇച്ചിരി ഇലാസ്റ്റിക് ആണ്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിലും ഒരു ഇച്ചിരി ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ പേസിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതാണ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഇത് കുറച്ച് വലിഞ്ഞതുപോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എനിക്ക് ഉൾപ്പെടെ സംബന്ധിച്ചാൽ ഇത് റിപ്പറ്റേറ്റീവ് ആവും. അതായത് ഇപ്പം മമ്മൂക്കയുടെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീണ്ടും കില്ലിങ്ങൾ കാണിക്കുന്നു, ഇവർ അന്വേഷണം നടക്കുന്നു, കില്ലിങ് കാണിക്കുന്നു, അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ സ്പ്രെഡായി പോവാണ്. ഇങ്ങനെ ഒരു പോയിന്റ് അടുത്ത പോയിലേക്ക് പോവുകയാണെങ്കിലും പക്ഷെ നമുക്ക് ഇതിനകത്തൊന്ന് പുതിയതായിട്ടൊന്നും സംഭവിക്കും. എനിക്ക് ഇനിഷ്യലി ഈ ടൈം ലൈൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. ഏത് പോയിന്റിലാണ് ഇവർ അന്വേഷണം ഇവർ ഡിലേ ആണ്. ഇവർ വളരെ ഡിലേ ആയിട്ടാണ് ഇവർ കേസിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഈ പടത്തിന്റെ അതായത് സെക്കൻഡ് ഹാഫിൽ കുറച്ചധികം അന്വേഷണം നടക്കുന്നുള്ളൂ. അതെനിക്ക് ഒന്ന് എടുത്ത് ഫസ്റ്റ് ഹാഫിന്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ നേരത്തെ പരിപാടി കുറച്ചുകൂടെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയാണ്. ഇതിപ്പം ഫസ്റ്റ് ഹാഫ് നമ്മൾ മമ്മൂക്കയുടെ പരിപാടി കംപ്ലീറ്റ് കാണിച്ചിട്ട് പിന്നെ മമ്മൂക്കയുടെ സൈഡിലിട്ട് ഒന്നും ഇതിന് കാണിക്കാനില്ല. അതെ, സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കയുടെ അത്രയും നമ്മൾ വീണ്ടും കാണിക്കുന്നത് തന്നെ ഈ പഴയ പരിപാടി തന്നെ. അതെ, പിന്നെ ബട്ട് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഇപ്പം കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി നമുക്ക് റിവീൽ ആവുന്നതാണ് ഈ ഇന്റർവെല്ലിൽ. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഈ ക്യാരക്ടറിന് ഇപ്പോൾ ഈ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനിൽ പുള്ളിക്കൊരു ഹോൾഡ് ഉണ്ട്. അതുകൊണ്ട് പുള്ളി അത് ഇതിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഇവർക്ക് പ്ലേ ചെയ്യാനുള്ള വലിയ ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനിലുണ്ടായിരുന്നു പടത്തിന്. അതായത് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്നില്ല, വിനായകന്റെ കൂടെ നിൽക്കുന്നില്ല, ഇങ്ങനെ ഒരു ഏറെ നിൽക്കുക. നമ്മളെ ഇത് ഇങ്ങനെ ഒരു ഇവർ രണ്ടുപേരുടെ സംഭവം നമ്മളെ കാണിക്കുകയാണ്. അതെ, ഒരു ഇൻഫർമേഷൻ പടമായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ആരെയാണ്? അതായത് എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് ഫോളോ ചെയ്യുന്നത് മമ്മൂക്കയായിരിക്കും. കാര്യം മമ്മൂക്കയുടെ പെർഫോമൻസ് കാണുമ്പോൾ വില്ലനാണ്, പുള്ളി ഭയങ്കര സൈക്കോ കില്ലറാണെന്ന് പറഞ്ഞാലും നമ്മളെ പുള്ളിയെ നമ്മൾ അങ്ങനെ പ്ലേ ചെയ്ത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരോ പറയുന്നുണ്ടായിരുന്നു മറ്റേ പുള്ളി ഒരു കൊലപാതകം ചെയ്യുമ്പോൾ കൈയടിക്കണം തോന്നുന്ന അവസ്ഥയിൽ പ്രേക്ഷകരെത്തിയത് അത് ആ പെർഫോമൻസിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മമ്മൂക്കയെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നമുക്ക് മമ്മൂക്കയെ ഫോളോ ചെയ്യണോ വിനായകനെ ഫോളോ ചെയ്യണോ ചോദിച്ചാൽ നമുക്കിത് രണ്ടുപേരെയും ഫോളോ ചെയ്യാൻ നമ്മൾ ഈ രണ്ടുപേരുടെയും കൂടെ ഒരു അവരുടെ ഇൻഫർമേഷൻ ഈ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരാളെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് ഒരാളുടെ സ്റ്റോറിയിലേക്ക് ഇവർക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് അല്ലേ? എനിക്കും നമ്മൾ ഇന്നലെ ദുരന്തൻ്റെ ഇതിലും പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഈ പ്ലോട്ട് വൈസ് സംഭവം. എനിക്ക് ഇതിനകത്ത് ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നി. ഇപ്പം മമ്മൂക്ക ഇതൊക്കെ ചെയ്യുമെങ്കിലും മമ്മൂക്കയും വൈഫുമായിട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയാനൊരു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് കുറവായിട്ട് പറയുവാണ്.
അവരുടെ ഒരു സീൻ അതെ എനിക്ക് വേണം. അവരുടെ സീനുകളെല്ലാം തന്നെ വളരെ ഇൻകംപ്ലീറ്റ്. അതായത് പുള്ളിക്കാരി ഒരാളുണ്ട്, പുള്ളിക്കാരി ഫുൾ ടൈം ടി വി കണ്ടോണ്ടിരിക്കും. അപ്പൊ അത് അങ്ങനെ കുറച്ച് മിസ്സിങ് അവിടെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമുള്ള സീനായിരുന്നു. കാരണം ഇങ്ങനൊരു സംഭവം, അതായത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊലപാതകം, ആ സീനിൽ അതിൻ്റെ ഡയറക്ഷൻ ആണേലും ഞാൻ കണ്ട് വല്ലാണ്ട് കൈയടിച്ചു പോയി ഡയറക്ടർ. കാരണം ഞാൻ ഇന്ന് കണ്ടുകൊണ്ട് 2 ദിവസത്തെ റിവ്യൂ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കേട്ടു, നിന്റെ റിവ്യൂ കേട്ടു. അപ്പം ഞാനൊരല്പം ഓക്കെ പടം പ്രതീക്ഷിച്ച അത്രയും പ്രതീക്ഷ വെച്ച് കാണണ്ടെന്നുള്ള ലൈനിലാണ് ഞാൻ കാണാൻ കയറുന്നത്. അപ്പം കാണാൻ കയറിയപ്പം ഇതൊരു വെൽ ഡയറക്റ്റഡ് സീനാണല്ലോ എന്ന് തോന്നി. ഫസ്റ്റ് സീൻ തന്നെ ആ ലോഡ്ജ് കുറച്ച് നല്ല ലോഡ്ജാണല്ലോ എന്ന് തോന്നി, കുറച്ച് സെറ്റാന്ന് തോന്നല്ലോ അത്. ഫസ്റ്റ് സീൻ്റെ കുറച്ച് മറ്റേ ബെഡൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി തോന്നി. അപ്പം ആ സീൻ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര രസമാണല്ലോ അതിന്റെ ഒരു കോൺവെർസേഷൻ ഭയങ്കര രസമായിരുന്നു. അതെ ഭയങ്കര രസമാണല്ലോ. ഇത് പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് വലിയ പ്രശ്നം വെച്ചാൽ ഭയങ്കര സ്പോയിലറാണ്. അതായത് ഈ പടം തുടങ്ങുമ്പോൾ റിലീസ് ആവുന്നതിന് മുമ്പ് മുതലേ നമുക്ക് സൈഡ് മോഹൻ്റെ കഥ, മമ്മൂട്ടി ഇതായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ ഭയങ്കര ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സീനിൽ നമുക്കറിയാം ഇത് ലാൻഡ് ആവാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. അല്ല പക്ഷെ എനിക്ക് പേഴ്സണലി അത് പടത്തിന് ടോൺ സെറ്റ് ചെയ്തായിരുന്നു. അതായത് ഇത് പുള്ളി ഇതാണെന്ന് അറിയാമെങ്കിലും അല്ലല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് അറിയാതെ കാണുവാണെങ്കിൽ ആ സീനകത്ത് നമുക്കൊരു ഭയം ജനിപ്പിക്കാൻ പറ്റും ഇല്ലേ. നമ്മൾ തുടങ്ങി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, ഓക്കെ ഒരു അവിഹിത ബന്ധം എന്നുള്ള ലൈനിൽ നിന്നിട്ട് പെട്ടെന്ന് ഇതിന്റെ മൂഡ് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതെങ്ങോട്ടായി പോണേ, അത് ഇതറിയാത്ത ഒരാൾ കാണുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല തുടക്കമാണ് പടത്തിൽ. മലയാളികളല്ലാത്ത പുറത്തുള്ളവർക്ക് ഈ കഥ അറിയാതെ അവർ കാണുമ്പോൾ അത് കുറച്ച് ഇമ്പാക്ട് ആയിരിക്കും ഫസ്റ്റ് സീൻ കാണുമ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് പേരുടെ ഒരു സീക്വൻസ് ഇല്ലേ, അതും ഒരു വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ഒരുപാട് ഓവർബോർഡ് ആയിട്ടില്ല ഇവർ, ഇങ്ങനെ ഓവർ ആക്കിയിട്ടില്ല. അതായത് ഒരു എന്താ കില്ലർ സൈക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു നടന്റെ അടുത്ത് പറയുമ്പോൾ അയാൾ മുഖത്ത് കൊണ്ടുവരാൻ സാധ്യതയുള്ള കുറച്ച് മറ്റേ വില്ലനിസവും സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ അവോയ്ഡ് ഭയങ്കര സട്ടിലായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അത് അതായത് മറ്റേ സാധനം കഴിച്ചു പിടിച്ചു കൊലപാതകം എന്ന് പറഞ്ഞ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു അമ്മാവൻ എന്ന് ലൈനുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ഇവരുടെ ഒരു ഏജ് ഗ്യാപ്പുകളൊക്കെ ഉള്ള ഒരു കോൺവെർസേഷൻ ഇല്ല. അതായത് നമുക്ക് ഇടയ്ക്ക് ചോദിക്കില്ല എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക, അതോ എന്റെ പ്രായം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് അങ്ങനത്തെ അത് ഇടയ്ക്ക് ആരുടെ ഏതോ ഒരു ക്യാരക്ടറിന്റെ കൂടെയാണ് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഏതോ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരു തമിഴാണോ ഒരു ക്യാരക്ടറിനോട് അങ്ങനെ എന്തോ ഒരു സംഭവം, അത് വലിയ കോൺവെർസേഷൻ അല്ല, ഈ പ്രായത്തിന്റെ എലമെന്റ് ഒരു പറയുന്നുണ്ട് അതിനകത്ത്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ അതുപോലെ പോലീസുകാർ പറയുന്ന സംഭവം ഉണ്ട്. അതെ ശരി ശരി, പ്രായത്തിന്റെ പറയുന്നത് രജിഷയുടെ ആണോ മറ്റേ പെണ്ണാണോ, തമിഴത്തെ പെണ്ണാണോ? അല്ലല്ലോ അല്ല 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 നമുക്ക് ചോദിക്കുമല്ല, വേറൊരു ക്യാരക്ടർ വന്നുകൊണ്ട് എന്താ പ്രായത്തിന്റെ വ്യത്യാസം കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ല, അങ്ങനെ അത് രജീഷയുടെ ക്യാരക്ടറാണെന്ന് എൻ്റെ ഓർമ്മ. അതങ്ങനെ അല്ലാതെ പറയുകയാണെന്ന് തോന്നുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് മമ്മൂക്കയുടെ റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ക്യാരക്ടർ റൊമാൻറ്റിക് ആണല്ലോ ആ ഒരു സിറ്റുവേഷനിൽ. അത് ഭയങ്കര അത് കുറച്ച് പാടാണ് ഒരു പടത്തിൽ ഇത്രയും വേരിയേഷൻ ഓഫ് റൊമാൻസ് കാണിക്കാൻ പറ്റുക. ഞാൻ ആ സീനുകളൊക്കെ ഇങ്ങനെ അയാൾ കൊലപാതകയാന്നുള്ള കട്ട് ചെയ്ത് മാറ്റിയാൽ വെൽ മെയ്ഡ് സീനാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ചധികം സീനുകളുണ്ട്. പിന്നെ എനിക്ക് കുറച്ചൊരു വീക്കായിട്ട് തോന്നി നേരത്തെ ഈ പറയുന്നത് നമ്മൾ ഒരുപാട് പടങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ എക്സ്പോസിഷൻ സീനുകൾ എന്തായാലും വേണം ഒരു പടത്തിൽ. പക്ഷെ അത് വേറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇതുവരെ ഹാൻഡിൽ ചെയ്ത രീതിയിൽ ക്ലിഷേസൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ ഇൻഫർമേഷൻ നമുക്ക് പറയണം, അത് വേറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് കുറച്ചും കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയാലും ഒരു സാധനം വരും. ആ ഡോക്ടറുമായിട്ടുള്ള എല്ലാ സീനുകളും കുറച്ചധികം ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യും അവിടെ തന്നെ സെയിം റൂമിൽ തന്നെ വന്നിരുന്ന് 2 വട്ടം അവിടെ ഇരുന്ന് ഈ ഡോക്ടർ ഇത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് അതും ഈ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ട് ആവർത്തിച്ച് കണ്ട സാധനമാണ് ഈ ഫോറൻസിക് സർജൻ വന്നിരുന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇത് അസുഖമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊലപാതക സീനാകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു ഫോറൻസിക്കാരും അങ്ങേര് കണ്ടുപിടിച്ച ഒരു സാധനവും വരും. അപ്പോൾ ഈ സീൻ ഇനി ഒരു പടം ചെയ്യുമ്പം പുതുതായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് പ്രസന്റേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രസന്റേഷൻ അതായത് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ അത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇവർ 2 പേരും വന്നിരുന്നു സംസാരിക്കുന്ന ആ ഒരു സംഭവത്തിനകത്തേക്ക് എങ്ങനെ ആ സീൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടിട്ടില്ലാത്ത. ഇതിപ്പോൾ നമ്മൾ ആ പുള്ളിയുടെ തന്നെ ഓഫീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ സീക്വൻസ് ആണെങ്കിലും കമ്മീഷനോട് വിവരം പറയുമ്പോൾ കമ്മീഷൻ്റെ ഓഫീസിലാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചധികം ബേസ് ലെവലാണ്. അതായത് ആദ്യം ചിന്തിക്കാൻ പോകുന്ന എവിടെ വെച്ചത്. ഇപ്പം നമ്മളിത് ഫസ്റ്റ് എഴുതുമ്പോൾ ആദ്യത്തെ നമ്മുടെ സീൻ ഇവിടെ ആയിരിക്കും, കമ്മീഷൻ ഓഫീസ് പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ അത്
എനിക്ക് തോന്നുന്നു ഒരു പരിധി ഈ പടത്തിന്റെ ബജറ്റ് കൺസ്ട്രെയിൻ അതും എനിക്ക് വേറെ സംഭവം പടം കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ബജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ട് എടുത്തതാണ് പല ഏരിയസിൽ. അതായത് ഇപ്പം ഇവരൊരു ജീപ്പിൽ പൊക്കോണ്ടിരിക്കുമായിരിക്കും, അപ്പം ജീപ്പിന്റെ ഫ്രണ്ടിൽ ക്യാമറ വെച്ച് എടുക്കുമല്ലോ. അപ്പം അതെന്ന് പറഞ്ഞാൽ ബാക്കിൽ നല്ല തിരക്കുള്ള റോഡാണ്. വണ്ടി ഒന്ന് നിർത്തിക്കേന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തുന്ന കാണിക്കുന്ന ഒരു തിരക്കും ഇല്ലാത്ത ആളൊഴിഞ്ഞ റോഡില്ല. അപ്പം ആ ഒരു വണ്ടി നിർത്തി മെയിൻ നടൻ ഇറങ്ങേണ്ടി വരുമ്പോഴത്തേക്ക് ഇവർ ആളൊക്കെ ഒഴിഞ്ഞ വേറെ സ്ഥലത്താണ് ആ ഷോട്ട് എടുക്കുന്നത്. അപ്പം അത്രയ്ക്ക് പോലും അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ ബഡ്ജറ്റിനെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഷൂട്ട് ചെയ്തേക്കുന്നത് FX3 FX6 അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ ക്യാമറയാണെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ലെൻസും അതുപോലെ മറ്റേ ഏതോ ഒരു വൈഡ് ലെൻസിന് മറ്റേ ഒരു അവര് മറ്റേ അത് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ചെയ്യുന്നതാണോ അതോ അല്ലല്ല, അത് മറ്റേ 35mm അല്ലേ വലിയ, അത് എല്ലാ ഷോട്ടിലും ആ ലെഫ്റ്റ് സൈഡ് മൊത്തം ലെഫ്റ്റ് സൈഡ് ബ്ലറാണ്. അത് എനിക്ക് അങ്ങനെ ആ ലെൻസ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഇതാണ് ഇവരുടെ ലെൻസ്, സിനി മറ്റേ പഴയ മറ്റേതാണോ? റോക്കിനോന്റെ തന്നെ വേറൊരു അതേ ബ്രാൻഡിന്റെ തന്നെ വേറൊരു കമ്പനിയുണ്ട്, സാമ്യങ്. അവരുടെ ഒരു സിനി ലെൻസ് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം അതിന്റെ ഈ 35mm എന്തോ ഇങ്ങനെ ഒന്നെങ്കിൽ അവരത് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ വല്ലതും ചെയ്താണെന്ന് അറിയില്ല. ഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു ലെൻസിന് മാത്രമല്ല, ആ വൈഡ് ഷോട്ട് എടുക്കുമ്പോൾ എല്ലാം സെന്ററാണ് ഇവര്. പിന്നെ സെന്റർ അല്ല, ലെഫ്റ്റ് മാത്രമേ ലെഫ്റ്റ്. ഞാൻ പറഞ്ഞ ലെഫ്റ്റിലാണ് പ്രശ്നം. ആ കമ്പോസിഷൻ ചെയ്യുന്നത് സെന്ററാണോ ഇവരുടെ മെയിൻ ക്യാരക്ടർ ആ ഷോട്ടിൽ എല്ലാത്തിലും. അപ്പം ആ ലെൻസ് ഷോട്ടൊക്കെ എടുത്ത് കൂടുതൽ ഈ പിന്നെ സൈഡ് വരുന്ന ഷോട്ടിനകത്ത് ഈ വൈഡ് ഷോട്ടിലായിരിക്കും. പിന്നെ ഒരു ഷോട്ടുണ്ട് ഇവർ ഈ മറ്റേ ഒരു പയ്യനെ തേടി പോവല്ലോ തമിഴ്നാട്ടിൽ, ആ പെണ്ണിന്റെ ആങ്ങളമാര് വന്ന് പിടിച്ചോണ്ട് പോകുന്നില്ലേ, അതൊരു വൈഡ് ഷോട്ട്. അതാ പറഞ്ഞ ജീപ്പിന്റെ ഷോട്ട്. ജീപ്പ് ഇങ്ങനെ ഒരിടത്ത് നിർത്തി അവനെ ഇടിച്ചിടത്തില്ലേ, ആ വൈറ്റ് ഷോട്ട് 2 തവണ കാണിക്കുന്നുണ്ട്. അത് ആദ്യം എടുത്ത വൈറ്റ് ഷോട്ടിലേ ഉള്ളൂ. അത് ഈ പറയുന്ന ഈ ചിലപ്പം അത് ഈ ലെൻസാണ്. അത് കണ്ട ഭയങ്കര ലോ ക്വാളിറ്റി ലെൻസ് പോലത്തെ ഒരു. അല്ല, ആദ്യം ഞാൻ കണ്ടപ്പം ഈ 35mm ലെൻസാന്ന് തോന്നുന്നു. ആ ലെൻസിന്റെ ആദ്യത്തെ ഷോട്ട് തൊട്ട് ഈ വൈറ്റ് ഷോട്ട് വരുമ്പോഴേക്കും ബസ് സ്റ്റാൻഡ് കാണിക്കത്തില്ല, ബസ് സ്റ്റാൻഡിന്റെ വൈറ്റ് ഷോട്ട് വരുമ്പോഴത്തേക്കും ഈ നൈറ്റൊക്കെ വരുമ്പം ഒട്ടും ഡീറ്റെയിൽ ഇല്ല. അത് എനിക്ക് ആ ലെൻസിന് എന്തോ ഫോക്കസിങ് ഇഷ്യൂ എന്തോ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പം ഗ്രെയിൻസ് കൂടുതൽ കാണും. പിന്നെ അത് ഗ്രെയിൻസും കൂടെ കുറയ്ക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് ലാസ്റ്റ് നമുക്ക് മരിച്ചു കിടക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതിനകത്താണേലും ഈ ഇടത്തെ സൈഡ് ഭയങ്കര ബ്ലറായിട്ട് ഇങ്ങനെ ഫുള്ള് ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ട് അതവർ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച് കുറച്ചതേ ഡീറ്റെയിൽ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഈ ടെക്നിക്കൽ സൈഡ് നമ്മൾക്കിത് കാണുന്നത് വെച്ച് നമ്മൾ പറയുന്നതാണ്. നമുക്ക് തോന്നലാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. ഇത് നമ്മൾക്ക് അറിയാവുന്ന ടെക്നിക്കൽ നോളജ് വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. അതെ അതെ. ഇനി അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ആ ഷോട്ടുകൾക്ക് ഒരു ചിലപ്പോൾ അത് തന്നെ ഇപ്പം ഒരു ഭംഗിക്ക് വേണ്ടി ഇപ്പം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ബ്ലറാവുന്ന ഷോട്ട് എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും ഈ സെൻറ്റർ കമ്പോസിഷൻ സെൻറ്ററിലാണ് ഈ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം മേ ബി അത് നമുക്കിങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഒരു പക്ഷേ. അതായത് നമ്മുടെ ഫുൾ ഫോക്കസ് ആ വൈഡ് ഷോട്ടിൽ സെൻറ്റർ ഇരിക്കുന്ന ആളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. അതൊരു ക്രിയേറ്റീവ് ഡിസിഷനായിട്ട് എടുക്കാം, നമുക്കറിയില്ല. ഇപ്പം നമുക്കത് കണ്ടപ്പോൾ അത് ഒരു ഡിഫക്റ്റീവായിട്ടാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. ഡിഫക്റ്റായിട്ട് നമുക്ക് ആദ്യം ആ ജീപ്പിന്റെ ഷോട്ടിൽ പോലും 2 തവണ ഷോട്ട് ഉപയോഗിക്കാം. ആദ്യത്തെ ഷോട്ടിൽ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ഷോട്ട് ക്ലീനാണ്. അപ്പോൾ അതെന്തോ ടെക്നിക്കൽ എറർ ആവാം എന്നാണ് തോന്നുന്നത്. അത് ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ പിന്നീട് ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ഇക്കോ ഭയങ്കര രസ്യൻ. പടം തുടങ്ങിയപ്പോൾ തൊട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് പുള്ളി ഒരു പക്ക ഹാൻസിമാർ ഫാനാണ്. അതാണ് ഇങ്ങനെ പോവാ ഇങ്ങനെ അങ്ങനെ അങ്ങ് പൊക്കോളൂ സാധനം. അത് ശരിക്കും നമ്മളിങ്ങനെ സബ് കോൺഷ്യസ് നമ്മൾ ഈ മ്യൂസിക് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്കിനെ സെപ്പറേറ്റ് കേട്ടോണ്ടിരിക്കില്ല. പടം കാണുമ്പം പടത്തിന് ഇങ്ങനെ ഈ ബാക്കിലൂടെ ഒരു സംഭവം ഇങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ട്. പടത്തിനെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഒന്നാണ് ഈ മ്യൂസിക്. എനിക്ക് പേഴ്സണലി സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നീറ്റായിട്ട് തോന്നി. അതായത് ഇപ്പോൾ ഇത്രയും ബഡ്ജറ്റേ ഉള്ളൂ എന്ന് പറയുമ്പം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇവര് ഇപ്പൊ ഇതിന്റെ ലൈറ്റിംഗ് കുറച്ചുകൂടെ അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. കുറച്ചധികം കോൺട്രാസ്റ്റ് ലൈറ്റിംഗ്, അതായത് പോലീസ് സ്റ്റേഷനെ കാണിക്കണം ഒരു ജനലിൽ നിന്ന് കുറച്ചധികം ലൈറ്റ് അകത്തോട്ട് വരുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അത് കുറച്ച് ഫൈസൽ അലി എന്നാണ് ക്യാമറമാൻ പേര്. എനിക്ക് തോന്നുന്നു അവർ മറ്റേ റിയലിസ്റ്റിക് അന്വേഷണ പടം എന്ന ലൈനിൽ പോയതാവാം. ഈ കൊലപാതകമൊക്കെ ആണെങ്കിലും ഒരുപാട് ഒരുപാട് മറ്റേ ഡ്രാമാറ്റിക് അതെങ്ങനെ ഒരു സിംഗിൾ ഷോട്ടിൽ ഒരാൾ കൊന്നു, ആ ഒരു ഇങ്ങനെ ഒരുപാട് കട്ടുകളോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു എവിടെയൊക്കെ ഒരു റിയലിസ്റ്റിക് ടോൺ വരണം എന്ന സിനിമാറ്റിക് കുറച്ച് എലമെന്റ്സ്. അതെ, എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സിൽ ഇവരുടെ ആക്ച്വലി ഒരു ആക്ഷൻ സീക്വൻസ് വരുമ്പോഴാണ് നമുക്കിത് ഭയങ്കര ആ ഒരു സിനിമാറ്റിക് ലെവലിലേക്ക് പോണത്. അത് ശരിക്കും ഒരു കുറച്ച് നമ്മൾ ആലോചിക്കുമ്പം അങ്ങനെ സിനിമയാണ്, മമ്മൂക്കയാണ്, നായകൻ വില്ലൻ ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഒരു കൺഫ്രണ്ടേഷൻ സീൻ വെക്കാം എന്ന് പറയുന്ന ഒരു പിന്നെ അവർക്ക് മറ്റേ ഈ അതായത് മമ്മൂക്ക വിനായകൻ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പം ഒരു ഫിസിക്കൽ ഡിഫറൻസ് അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അങ്ങനെ ആ ഫൈറ്റ് കൊറിയോഗ്രാഫിയിലുള്ള പ്രശ്നം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഏജ് പിന്നെ അതൊക്കെ കൊണ്ടായിരിക്കണം തോന്നുന്നു. ആ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒരു ഭയങ്കര ശോകമായിട്ട് ഫീൽ ചെയ്തു. ഫൈറ്റ് കൊറിയോഗ്രാഫി കുറച്ച് അത് അവോയ്ഡ് ചെയ്യാൻ അതെ. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ ഫൈറ്റ് ആണെന്നല്ലേ ഇപ്പം അങ്ങനെ അല്ലാതെ കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും കയ്യിലാണെങ്കിൽ ഇതിപ്പം പ്രോപ്പർലി നമ്മൾ കാണുന്ന ആ ഒരു സ്ഥിരം ഏറ്റവും ഈസി പരിപാടി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ കയ്യിരിക്കുന്ന സാധനം തിരിച്ചു കുത്തുക എന്നുള്ള ഒരു സിമ്പിൾ പരിപാടിയായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അറിയാം ഈ പരിപാടികളൊക്കെ എന്നുള്ള ലൈനിൽ വേണേ നിർത്താൻ. പക്ഷെ അത് കുറച്ചൊരു ഫൈറ്റിലേക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ് അങ്ങനത്തെയൊക്കെ വന്നപ്പോൾ കുറച്ചൊരു ലാസ്റ്റ് നായകനും വില്ലനും തമ്മിലുള്ള ഡയലോഗ്സ് ഉണ്ടല്ലോ, ഫൈറ്റിന് മുമ്പുള്ള ഡയലോഗ്. ആ ഒരു സംഭവത്തിലേക്ക് ചിലപ്പോൾ വരുന്നത് മമ്മൂക്കൊക്കെ ഇന്നായതിനു ശേഷം ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഇതിപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന സിനിമ കണ്ട് എൻ്റെ ആകുമ്പോഴത്തേക്കും ഓഡിയൻസിന് ഒരു ഇപ്പം ഈ ക്യാരക്ടറിൻ്റെ മേളിൽ എത്തണമല്ലോ ഈ നായകൻ, അതായത് ഇദ്ദേഹം വീഴണം. അപ്പോൾ അവിടെ അത് ഒരു ഫിസിക്കൽ കൺഫ്രണ്ടേഷൻ ആയാൽ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ഉണ്ടെങ്കിൽ സിനിമയുടെ രീതിയിൽ അതാണ് അതിന് മുമ്പുള്ള വലിയ കുഴപ്പമില്ലായിരുന്നു. മറ്റേ നാട്ടിൽ നിന്ന് കുറേ പേര് എന്നൊരു തമിഴ് അടിക്കുന്നത് അത് കുറച്ച് ഭയങ്കര റോ ആയിട്ടാണ് വലിയ സീനില്ലായിരുന്നു. ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ അതും കുറച്ച് നമുക്കിത് കട്ട് ചെയ്ത് ചുരുക്കാൻ പറ്റും. എന്തായാലും അത് നിൽക്കുന്നത് ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് ഇന്ന ഐഡിയ അത് രസമുള്ള പരിപാടി. അത് വിനായകനെ കൊല്ലാൻ പോകുന്നു. വിനായകൻ വലിയ കണ്ടുപിടിച്ചെന്നുള്ള ലൈനിൽ ഇരിക്കുകയുള്ളത്. അപ്പം അവിടെ ലാസ്റ്റ് ആ പുള്ളി വന്ന് അടിക്കുന്ന സമയമുണ്ടല്ലോ, അത് ആ സംഭവം ആ പുള്ളി ലാസ്റ്റേ മറ്റേ വിനായകൻ ഇങ്ങനെ അപ്പൊ അത് ശരിക്കും പുള്ളി പുള്ളിയുടെ മകളാണോ അതോ പുള്ളി ജസ്റ്റ് ഒരു സാധനം ഇട്ട് കൊടുത്താണോ? എനിക്ക് തോന്നുന്നു പുള്ളി ഒരു സാധനം, പക്ഷെ പുള്ളിയുടെ നിപ്പ് കണ്ടിട്ട് അറിയില്ല ഇനി. അല്ലെങ്കിൽ ഈ വിനായകൻ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് അറിയാവുന്ന പോലീസുകാരിൽ ഒരാളായിരിക്കും. വിനായകന്റെ കൂടെ അതുവരെ ഇല്ല പോലീസുകാരൻ, മറ്റവനാ കൂടെ മറ്റേ നമ്മുടെ ജിബിൻ ഗോപിനാഥ്. ഈ ഒരു മിഷന് പോകുമ്പോൾ ജിബിൻ ഇല്ലാതെയാ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു വിനായകൻ സ്ഥിരമായിട്ട് ഈ പോലീസുകാരൻ അവർ രണ്ടുകൂടെ പോയാലും സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ട് ഇങ്ങോട്ട് വരികയാണ് പുള്ളി. അതെ അല്ല, പക്ഷെ ഇത് അറിയാൻ ഇത് സെറ്റ് അതെനിക്ക് ഒരു ഡൗട്ടുണ്ട്. അത് അതായത് ആ ലാസ്റ്റ് കാണിച്ച പുള്ളി അദ്ദേഹം ലാസ്റ്റ് വിനായകൻ ഇങ്ങനെ സല്യൂട്ട് ചെയ്യല്ല, ഇങ്ങനെ സ്റ്റാൻഡ് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എടാ ആക്ച്വലി ഈ ആദ്യം കൊന്ന ആളുടെ അച്ഛനാണെന്ന് പറഞ്ഞാണ് മമ്മൂട്ടി അടുത്ത് വരുന്നത്. അപ്പോൾ ഈ അദ്ദേഹം പോലീസുകാരനാണോ അതോ ഇവര് പോലീസ് സെറ്റപ്പ് ആണോ? ഇദ്ദേഹത്തെ ഓൾറെഡി ഇവർ കണ്ടുപിടിച്ചല്ലോ. ഈ മമ്മൂക്കയാണ് ഇതെന്നുള്ളത് ഇവർ അപ്പോഴാണല്ലോ റിയലൈസ് ചെയ്യുന്നത്. അതിന് മുമ്പേ പുള്ളിക്ക് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് ഇവർ കുറച്ചുകൂടെ പുള്ളിയെ കയ്യോടെ പിടിക്കുക എന്നുള്ള ലൈനിലാണ് പുള്ളിയെ വിട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു എലമെന്റ് ആണ്. കാരണം ആ പുള്ളിയാണ് ഈ പറയുന്ന ഒരു ഐഡിയ ഒക്കെ ചോദിക്കുന്നത് മറ്റേ ലോഡ്ജ് വരെ. അപ്പം എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടാകും, അല്ലെങ്കിൽ അച്ഛൻ തന്നെയാണ്. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് തോന്നി, ലാസ്റ്റ് ഗായത്രിയുടെ ഷോട്ട് 2-3 തവണ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത്. അത് പുള്ളിക്കാരത്ത് ഇൻവോൾവ് ആണെന്നാണോ അതോ രക്ഷപ്പെട്ട പുള്ളിക്കാരി ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നു പുറത്ത് നടക്കുന്നത് പുള്ളിക്കാരിക്ക് അറിയത്തില്ല, അതോ ഇനി പുള്ളിക്കാരി അവിടെ അറിവോടാണോ നടക്കുന്നതെന്ന് അറിയത്തില്ല. അത് ആ ലുക്കിന്റെയും ആ ഒരു ഇങ്ങനെ. പക്ഷെ പുള്ളിക്കാരി അവര് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല. അല്ല, പക്ഷെ ഇങ്ങനെ മറ്റേ നമ്മുടെ ഈ കളങ്കാവലിന്റെ അർത്ഥം നോക്കുമ്പോൾ ഒരു ഭദ്രകാളി വേഷമണിഞ്ഞ് ആരായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ എലമെന്റിന്റെ ഏതെങ്കിലും ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് വല്ലതും ആയിരിക്കുമോ? കാരണം ആ എലമെന്റ് അത്ര സ്ട്രോങ് അല്ല, ഈ പേരിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. അതെ, ആ പേരിടണമെങ്കിൽ എന്തെങ്കിലും ഈ എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് അതിന്റെ ഓരോ സംഭവങ്ങൾ. എന്തായാലും പടം ഈ പറയുന്ന പോലെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ് മെയിൻ. പക്ഷേ ഇത് മമ്മൂക്കയുടെ കരിയറിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ടോപ്പ് 10 വരുന്നൊരു പെർഫോമൻസ് ആവത്തില്ല. പക്ഷെ കളങ്കാവലിൻ്റെ കേസിൽ മമ്മൂക്കയാണ് അതിൻ്റെ ബെസ്റ്റ് എലമെൻറ്റ്. എനിക്കങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ഇപ്പോഴും കൊടുമ്പൻപൂറ്റിയുടെ തട്ട് അവിടെ തന്നെ ഇരിക്കും. ഈ വർഷമായിരുന്നു, കഴിഞ്ഞ വർഷം. പക്ഷേ ഞാൻ കുറച്ചധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടിരുന്നു. ഈ ഒരു പ്രശ്നമാണ് ഈ എനിക്കിങ്ങനെ ഇത് തോന്നിയതേ ഉള്ളൂ. ഈ നറേറ്റീവ് കുറച്ചുകൂടി ഒരു ഗ്രിപ്പിംഗ് ആയിരുന്നെങ്കിലും ഈ പടം കുറച്ചുകൂടെ നേരത്തെ. അതായത് ഇതിപ്പോൾ എന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് പറഞ്ഞ സംഭവം നമ്മൾ ചോദിക്കുമല്ലോ എവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ഇങ്ങനെയാണ് സംഭവം കണ്ടു നോക്കുമെന്ന് പറഞ്ഞു വിട്ട് പോയി കണ്ടവരെല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള അഭിപ്രായം ഇതായിരുന്നു. അതായത് ഇവർക്ക് ഈ ഇൻട്രസ്റ്റ് ലൂസാവും. അതായത് സിനിമ പോകെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ലൂസാവും. അതായത് ഈ ഗ്രിപ്പിംഗ് ആയിട്ട് ഇത് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള പ്രശ്നം. ചിലപ്പോൾ ഒരു റൈറ്റിംഗ് കൂടെ ഇതിൻ്റെ പുറത്തിരുന്നിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ
മേജർ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഓൺ സ്ക്രീൻ വന്നില്ല. അതിന് മുമ്പുള്ള പ്രീ പ്രൊഡക്ഷനിൽ ഈ റൈറ്റിംഗ് കുറച്ചുകൂടെ ഒന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റൈൽ ഇതായിരിക്കും, ഡയറക്ടറുടെ അല്ലെങ്കിൽ റൈറ്ററുടെ. അതായത് ജിതിൻ കെ ജോസഫ് എന്ന ഡയറക്ടറുടെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഒരു എന്തായാലും അടുത്ത പടം അതെ ഡെബ്യൂ എന്നുള്ള രീതിയിൽ അത് വളരെ മികച്ചൊരു പരിപാടിയാണ്. തീർച്ചയായും അതെ, ആസ് എ ഡയറക്ടർ പുള്ളിയുടെ എന്താ ഡെബ്യൂ പുള്ളിക്ക് കഴിവുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയും ഫസ്റ്റ് പടം എന്ന് നോക്കുന്നതിലും മേലെയാണ് അതെ അതെ ഇത് ചെയ്ത് ഒരു ഡെബ്യൂ മൂവി എന്നുള്ള ലൈൻ മാത്രം കാണാൻ പറ്റുന്ന പടമല്ല, അത് ഒരു അത്യാവശ്യം നല്ലൊരു ഒരു കഴിവുള്ള ഒരാൾ ചെയ്തൊരു ഫിലിം പോലെ ഉണ്ട്. അതെ. ബട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നേ ഉള്ളൂ. അത് ഇപ്പം അടുത്തടുത്ത സിനിമകളിൽ നമുക്ക് അപ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്താണ് എന്നുള്ളത്. ഒരു സ്റ്റൈലുണ്ടോ അതോ ഇങ്ങനെ കഥയുടെ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് മാറുമോ എന്നുള്ളത് നമുക്ക് അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുള്ളൂ. ആക്ച്വലി ജിതിൻ കെ ജോസഫ് ആണ് നമ്മുടെ കുറുപ്പിൻ്റെ സ്റ്റോറി പുള്ളിയുടെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പുള്ളിയും പിന്നെ വേറൊരാളും കൂടെ ചെയ്തിരിക്കുന്നത്, രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ഇതിൻ്റെ റൈറ്റേഴ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ഇതെങ്ങനെ കൊണ്ടുപോകണം, നമ്മുടെ സൈനൈഡ് മോഹനിൽ തന്നെ നിൽക്കണോ, പുള്ളിയുടെ തന്നെ ലൈഫിന്റെ എല്ലാ എലമെന്റ്സും എടുത്തിട്ടില്ല. കാരണം ഒരുപാട് ഈ സൈനൈഡ് കിട്ടുന്ന ഒരാൾ വീട്ടിൽ വരത്തില്ല, അങ്ങനെയല്ല ഒറിജിനൽ കഥ. ആക്ച്വലി ജയിലിൽ നിന്നാണ് ഈ സംഭവം അറിയാം. ഇതിനകത്ത് പട്ടി മണത്ത് മരിച്ചു. ആക്ച്വലി ആ ഒരു കടക്കാരൻ മറ്റേ ക്ലീൻ ചെയ്ത് കളഞ്ഞത് പശു. അപ്പൊ ഞാൻ ഇങ്ങനെ ആ എലമെന്റ് ഒക്കെ എന്തിനാ, അത് ചെറിയ ട്വീക്കാണല്ലോ. പക്ഷെ അത് മറ്റേത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയായിരുന്നു. കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്ത് അതിലേക്കൊന്നും ഒരുപാട് അതെ കറക്റ്റ് അങ്ങനെ നമുക്ക് ആ ട്രാക്ക് പിടിക്കണ്ട, കുറച്ച് മാറ്റം വരുത്താം. ഈ എലമെന്റ് എല്ലാ എലമെന്റും എടുത്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ പുള്ളിക്ക് 2 ഫാമിലീസ് ഉണ്ടല്ലോ. അതെ, പുള്ളിക്ക് 2 ഭാര്യമാരുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് രജീഷയുടെ വീട്ടിൽ പോയില്ല, ഞാൻ വെച്ചാൽ അതാണ് സെക്കൻഡ് വൈഫ്. അല്ല, എനിക്ക് ആക്ച്വലി പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ രജീഷയുടെ ക്യാരക്ടർ ഫസ്റ്റ് ഇവരുടെ പ്രീ റിലീസിൽ രജീഷ് വന്നില്ല, ബാക്കി എല്ലാവരെയും വന്നിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി പടം കണ്ടുമ്പോൾ രജിസ്റ്റർ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ഓക്കെ ഈ ഒറിജിനൽ കഥയിലെ രക്ഷപ്പെട്ടു പോകുന്ന ആളാണ് ഈ രജിസ്റ്ററുടെ ക്യാരക്ടർ എന്ന് എനിക്ക് ആദ്യം പിടികിട്ടി. അതിന് ശേഷമാണ് രജിസ്റ്റർ സ്ക്രീൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓക്കെ ഈ ക്യാരക്ടറിലൂടെയാണ് ഇത് ആ ഒറിജിനൽ കഥയിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെ തന്നെയാണ് ഇത് വരാൻ പോകുന്നത്. ആ ഒരു കൺഫ്യൂഷൻ. രജീഷയുടെ വീട് കാണിക്കുമ്പോൾ അതൊരു കടപ്പുറത്തിൻ്റെ സൈഡിലായിട്ടാണ്. പക്ഷെ ഇത് കേരള തമിഴ്നാട് ബോർഡർ. അപ്പോൾ കേരള തമിഴ്നാട് ബോർഡറിൽ എവിടെയാണ് കടല്? അല്ല, ബോർഡർ അങ്ങനെ പുള്ളി തമിഴ്നാടിന് തന്നെ പുള്ളി ഒരല്പം ദൂരം സഞ്ചരിച്ച് കാണുന്നില്ല. അപ്പോൾ ഇത് അല്ല, ഇവര് മറ്റേ റോഡിന് അപ്പുറം ഇപ്പുറം എന്നുള്ള അപ്പോൾ വലിയ സഞ്ചാരം നമുക്ക് എടുക്കുന്നില്ല. അതായത് ആ ബോർഡറിന് ചുറ്റും, അല്ല ഇവിടുന്ന് അങ്ങ് മറ്റേ ചെന്നൈ അങ്ങ് വരെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സ്പേസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇങ്ങനെ ഒരു പടം കണ്ടോണ്ട് പടത്തിൽ അത് പറയുന്നില്ല, എവിടെയാണ് എന്തോ പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് കടൽ വന്നപ്പോഴത്തേക്കും നമ്മൾ അത്രയും നേരം ഇല്ലാത്തൊരു ലൊക്കേഷൻ അവർ അപ്പുറം ഇപ്പുറം കിടന്ന് കളിക്കുവാണല്ലോ. മമ്മൂക്ക വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരെ പുള്ളി സഞ്ചരിച്ച് പോകുന്നതായിട്ടൊന്നും ഇല്ല. അപ്പം ഇനിയിപ്പോൾ രജീഷ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്താണോ, ഇവരുടെ ഒറിജിനൽ വീട്ടിലാണോ, അങ്ങനെ വല്ലതായിരിക്കും. രജിസ്റ്ററുടെ ഒറിജിനൽ വീടായിരിക്കും അങ്ങ് ദൂരെ കടപ്പുറത്തിനടുത്തോ അങ്ങനെ വല്ലതായിരിക്കും എനിക്ക്. അതായത് ഒറിജിനൽ വീടാണ് കടപ്പുറത്തിനടുത്ത്. അതായത് രജീഷ വർക്ക് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കണം തോന്നുന്നു. അതായത് വിവാഹം കഴിച്ചിരിക്കുന്നത് വേറെ സ്ഥലത്താണ്. മറ്റേ രണ്ടാമത് ഇവര് പോലീസുകാർ വരുന്നത് ബാത്റൂം എവിടെയാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് കേരളത്തിൽ എന്തൊരു സ്ഥലമാണ് പറയുന്നത് രജീഷ. കട്ടപ്പന എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരു ചാപ്റ്ററിന്റെ പേര് സബ്ജക്റ്റീവ് നിഹിലിസം എന്ന് എഴുതി കാണിച്ചിരുന്നു. പക്ഷെ ഇത് എഴുതി കാണിക്കുന്നതിൻ്റെ അത്രയും സംഭവം ഓൺ സ്ക്രീൻ വരുന്നുണ്ടോന്ന് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. എഴുതി കാണിക്കുന്ന ഒരു സംഭവമില്ല. അപ്പോൾ എന്ത് ഭയങ്കര പവർഫുൾ സംഭവമാണ് ഈ എഴുതി കാണിക്കുന്നതിന് ശേഷം വരാനുള്ളതെന്നുള്ളൊരു മുൻവിധി നമുക്ക് തരുന്നുണ്ടെങ്കിലും അതിപ്പോൾ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരിടുന്നു എന്നെ പോലെ ചിന്തിക്കുന്നതാണ്. അതൊന്നും വന്നതിലും കുഴപ്പമില്ല, നമുക്ക് ചാപ്റ്റർ ഇടുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പേരായിരിക്കണം, കേൾക്കുമ്പോൾ ആഹാ എന്ന് തോന്നണം എന്നുള്ള സംഭവമായിരിക്കും. ഇടയ്ക്ക് ഒരു പോലീസുകാരനിലേക്ക് ഇവർ ശ്രദ്ധ തിരിച്ചുവിടുമല്ലോ. പിന്നീട് ഈ പോലീസുകാരൻ കാണുന്നില്ല എന്ന് TV കാണിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഒരു ഷോട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ ഭയങ്കര ഇല്ല ഈ സംഭവങ്ങളൊന്നും അറിയാത്ത പോലെ ഭയങ്കര നോർമലായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയത്, എന്തുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ചധികം ഹൈതെന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മമ്മൂക്കയുടെ ഇംപ്രവൈസേഷനാണ് തോന്നുന്നു. മറ്റേ ആ പോലീസുകാരനെ കൊല്ലുമ്പോൾ സിഗരറ്റ് കടിച്ച് തിന്നിട്ട് തുപ്പുന്ന് എനിക്ക് തോന്നുന്നു. അത് പുള്ളി ഇംപ്രവൈസ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ചെയ്യുന്നത് ഡയറക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അത് ഓൺ സ്ക്രീൻ കണ്ടപ്പം ആദ്യം ചെയ്തത് കുറച്ചുകൂടെ നാച്ചുറലായിട്ടും രണ്ടാമത് ചെയ്തത് കുറച്ചധികം ഫോഴ്സ്ഡ് ആയിട്ടും ഫീൽ ചെയ്തായിരുന്നു. അതായത് രണ്ടാമത് ഇതാണ് വിനായകൻ ഇത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ആ ലോഡ്ജ് വെച്ച് ആ പേപ്പർ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് തോന്നുന്നു ഡയറക്ടറിന് തോന്നിക്കണം, ഓക്കെ ഈ സാധനം കൊള്ളാം, പുള്ളിയുടെ ഹൈ വേറെ ലീൽ അത് എന്നെ പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ വേറൊരു ലൈൻ ഓഫ് അപ്പോൾ അതിലേക്ക് ഇത് ഈ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അതോ അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ അത് ആദ്യം ചെയ്തത് ഭയങ്കര നാച്ചുറലായിരുന്നു. ഈ പോലീസുകാരനെ കൊല്ലുന്ന സമയത്ത് അതെ അപ്പോൾ അതൊരു അതിനൊരു എന്തോ ഒരു വെറൈറ്റി ഉണ്ട്. അത് അപ്പം നമുക്കങ്ങനെ ഇത്
നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളാണല്ലോ, അതൊരു ആക്ടറിൻ്റെ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ കണങ്കാവലിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടപ്പോഴേ നമ്മുടെ ഇതിപ്പോൾ ഏതിനകത്തായിരുന്നു, നെറ്റ്ഫ്ലിക്സ് അല്ലേ, മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു കണ്ടുണ്ടോ? മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു ആന്തോളജി സീരീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടുള്ളത് ജെഫ്രി ഡാമറിൻ്റെ ഫസ്റ്റ് സീസൺ. അപ്പോൾ അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അതിപ്പം ഈ പറയുന്ന പോലെ ഒരുപാട് ഭയങ്കര ഈറി മൂഡ് തരുന്ന, ഇപ്പം ഈ പടം എനിക്ക് ഇൻസ്പിറേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളത് ഇത് കാണുമ്പോൾ പോയാലും നമുക്ക് അതിൽ നമ്മൾ ആ ജെഫ്രി ഡാമറിന്റെ സ്റ്റോറിയിൽ നമ്മൾ അതെ, അത് ആക്ച്വലി അതിനകത്ത് ഈ പറയുന്ന അന്വേഷണവും ആ ഒരു പേസിങ്ങും അല്ല, ഈ പറയുന്ന ഇയാളുടെ സ്റ്റോറി ഇങ്ങനെ കാണിച്ചു പോകുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു. അപ്പൊ അത് കാണുമ്പോൾ അതുപോലെ ഡോക്യുമെന്ററി അല്ല, ബേസിക്കലി അതിനെ നമ്മളൊരു സിനിമാറ്റിക് ആയിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. അതെ. അപ്പൊ എനിക്ക് ആ സീരീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള പോലെ തോന്നി. അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയതാണെന്നല്ല, ആ ഒരു അതെ നമുക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ നറേറ്റീവ് സ്റ്റൈലൊക്കെ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വർക്ക് അതാണ് എന്നുള്ളത്. അപ്പോൾ കളങ്കാവൽ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണിത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക്, ഈ വീഡിയോ ഇവിടം വരെ കണ്ടവർക്ക്, അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇന്നലെ കൊടുത്ത പോലെ 282 എല്ലാം അവസാനം കൊടുക്കാൻ തോന്നുന്നു. അതെനിക്ക് എന്താ സംഭവം അറിയാം, ഇത് ഓടിച്ച് അവസാനം എത്തും പറയുക, എന്നിട്ട് ഈ നമ്പർ കിട്ടി അടിച്ചു വെക്കാം. നമ്മുടെ നൈസ് ഗായ് ഉണ്ട്, അവൻ വരും താഴെ കവലടിക്കാൻ, അവൻ ഇന്നലെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് പോയിട്ട് നൈസ് എന്നെല്ലാം വീട്ടിൽ താഴെ കമന്റ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, നമ്മുടെ ഒരു ഫാൻ ഉണ്ട്, ഒരു നൈസ് പയ്യൻ. 282. അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടെത്തുവാണെങ്കിൽ നിങ്ങൾക്ക് 282 നമ്പർ കിട്ടും. അങ്ങനെ നമ്പർ കിട്ടിയാൽ നിങ്ങൾ താഴെ കമന്റിൽ എഴുതിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ഇന്നത്തെ പേര് കണ്ടുവന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഒരാളെ അയച്ചുള്ളൂ, ഒരാളെ കണ്ടുള്ളൂ തോന്നുന്നു അവസാനം വരെ. സോ കളങ്കാവൽ സിനിമ കണ്ടിട്ട് സിനിമ പോലെ 20 പേരെ കൊല്ലുന്നതും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കിതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കമൻറ്റിൽ പറയൂ. കൂടുതൽ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, അതെ ഇഷ്ടപ്പെട്ടവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അപ്പോൾ അതെല്ലാം നമ്മൾ കമൻറ്റിൽ പറയൂ. പിന്നെ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കൂടെ ഒരു ഉത്സാഹിച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംഭവം വരും. ഡിസംബർ ആവുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഇല്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. 4000 എത്തുന്നതിന് വലിയ കാര്യം. അപ്പോൾ എല്ലാവരുടെ ഒരു മത്സരിച്ച് നമുക്കൊരു 4000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചാൽ നല്ലത്. പിന്നെ നിങ്ങൾ ഈ മൊബൈൽ കാണുന്നവർക്ക് ഹൈപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്ത് വിട്ടാൽ നമുക്ക് വീഡിയോ കയറി വീട് വരും അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ പുതിയ ഏതെങ്കിലും സിനിമയുടെ ഡിസ്കഷനുമായിട്ട് വരുന്നതായിരിക്കും.